പ്രിയ ദൈവമക്കളെ, ദൈവവചനം സത്യമാണോ? ഇത് ലോകത്തിൽ സംഭവിക്കുമോ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന പല വ്യക്തികളും നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. സത്യവേദ പുസ്തകം എന്നറിയുന്ന ഈ ബൈബിളിൽ ആമോസ് പ്രവാചകനിലൂടെ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. 2025 വർഷങ്ങൾക്ക് മുമ്പ് സത്യവേദ പുസ്തകത്തിൽ എന്താണോ എഴുതിയിരുന്നത്, എന്താണോ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി പ്രവചിച്ചിരുന്നത്, അത് ഇന്ന് നമ്മുടെ മുൻപിൽ ഒരു നഗ്ന സത്യമായി തെളിയുന്ന ഒരു കാഴ്ച. ഏതൊരു സംശയാലുവിൻ്റെയും ദൈവവചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശക്തമായ മറുപടി തരുന്ന ഒരു വചനഭാഗം. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ദമാസ്കസിൻ്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും, ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. ബഥേദനിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും സിറിയക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും, കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് നമ്മൾ എല്ലാ മീഡിയകൾ കൂടിയും, ടി വിയിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സിറിയയിലെ യുദ്ധത്തെക്കുറിച്ച്, ഡമാസ്കസ് വീഴുമെന്നതിനെക്കുറിച്ചും, സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്കോലേന്തിയവൻ പലായനം ചെയ്യുന്നതിനെക്കുറിച്ചും ആമോസ് പ്രവാചകനിലൂടെ പ്രവചിച്ചത് 2024 ഡിസംബർ മാസം നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതേപോലെ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 36,000 തിരുവചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കേണ്ട കാര്യങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കുകയും അത് നെഞ്ചോട് ചേർക്കുകയും അത് മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്യുന്ന നിങ്ങളും ഉറച്ചു വിശ്വസിക്കുക. ഈ വചനം ദൈവത്തിൻ്റെ വചനം തന്നെ. ദൈവം വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞു തരുന്ന ഒരു സ്നേഹനിധിയായ അപ്പൻ. ആ അപ്പൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ നമ്മുടെ ജീവിതവും അനുഗ്രഹപ്രദമായി മാറും. ഇന്ന് ധാരാളം മക്കൾ എഴുന്നേൽക്കുമ്പോൾ പ്രഭാതത്തിൽ തന്നെ ദൈവവചനം ശ്രവിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവം പറഞ്ഞത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ ജീവിതം ധന്യമാകും. വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും
നിങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമൃദ്ധമായി വർദ്ധിപ്പിച്ചു തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.